ഇതുപോലുള്ള കാമപരിപൂണ്ടവന്മാര് ഇന്ത്യ ഒട്ടാകെ ഉണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. അതൊന്നും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അവന്റെ ഉള്ളിലെ പ്രണയത്തെ മാത്രം വിശ്വസിച്ച് അവൾ അവന്റെ ഒപ്പം പോയി. പക്ഷെ അവൻ എന്താ ചെയ്തത്? നരഭോജികളായ അവന്റെ കൂട്ടുകാർക്ക് അവളെ കാഴ്ചവെച്ച് എല്ലാവരും കൂടി മാറി മാറി പീഡിപ്പിച്ച് ആ കുട്ടീനെ കൊന്നു. അതിനുശേഷം കൊടൂരമായ ശിക്ഷകളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അവനേക്ക് ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നഷ്ടപ്പെട്ടു പോയ ആ പെൺകുട്ടിയുടെ ജീവനോളം വരില്ല. നമ്മളെല്ലാവരും ആ വീഡിയോ കണ്ടു. ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ മുഖത്തുണ്ടായിരുന്ന ആ ഭയം, ആ കൺഫ്യൂഷൻ, എന്താണ് നടക്കുന്നതെന്ന് പോലും തിരിച്ചറിയാതെ, ഇവരൊക്കെ ആരാന്ന് പോലും മനസ്സിലാകാതെ, ഇതൊക്കെ ഒരു ട്രാപ്പാണെന്ന് മനസ്സിലാകാതെ ആ കുട്ടിയുടെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഭാവമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത് കണ്ടിട്ട് ഒരു തവണ പോലും മനസ്സ് വിഷമിക്കാതെ ഒന്ന് കണ്ണു നിറയാത്ത ഒരു മലയാളികളും കേരളത്തിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇന്ത്യയിൽ തന്നെ ഇതുപോലുള്ള പീഡന കൊലകൾ നടക്കുന്നത്? ഞാൻ പറഞ്ഞു മടുത്ത കാര്യമാണ്. ഇവിടുത്തെ നിയമവ്യവസ്ഥിതിയാണ് പ്രശ്നം. എല്ലാ വിദ്യാർത്ഥികളായിട്ടുള്ള സഹോദരിമാരോടും കൂടിയായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ നാട്ടിലെ നിയമത്തിന് നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല. നിങ്ങളുടെ സംരക്ഷണം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ രക്ഷിതാക്കളുടെ കയ്യിലാണ്. കാരണം ഈ നാടിന്റെ നിയമവ്യവസ്ഥിതിക്ക് നിങ്ങളെ സംരക്ഷിക്കണം എന്നൊരു ബാധ്യത ഇല്ല. അതാദ്യം നിങ്ങൾ തിരിച്ചറിയണം. ഈ പ്രായത്തില് പഠിക്കേണ്ട സമയമാണ്. രമിച്ച് നടക്കാനൊക്കെ ഇനിയും ഇതിനപ്പുറം ഒരുപാട് സമയങ്ങളുണ്ട്. ആളുകളെ തിരിച്ചറിയാനുള്ള സമയമുണ്ട്. പക്ഷെ ഈ പ്രായത്തിൽ കൃത്യമായിട്ട് സ്കൂളിലേക്ക് പോവുക, പഠിക്കുക, തിരിച്ചു വരിക, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിനപ്പുറത്തേക്ക് നിങ്ങളെ മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അതിനുശേഷം അവർ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ, ഇപ്പൊ മരണപ്പെട്ട ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ കാമുകരൊപ്പം പോകുമ്പോഴോ ഒന്നും ചിന്തിച്ചിരുന്നില്ല ഇതായിരിക്കും അവസാനമെന്ന്. ആ കുട്ടി അറിഞ്ഞിരുന്നില്ല പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഞ്ചകനൊപ്പമാണെന്ന്. കേരളത്തിൽ തന്നെ ഈ അടുത്തൊരു പെൺകുട്ടി മിസ്സായി. എന്തോ ഭാഗ്യം, 4 ദിവസത്തെ തെരച്ചിലിനൊടുവിൽ ആ കുട്ടി പൂനെയിൽ നിന്നാണ് കണ്ടെത്തി. ഇവിടെ എവിടെയും വെച്ചിട്ടല്ല. എങ്ങനെ ആ കുട്ടി പൂനെയിലെത്തി ആർക്കും അറിയില്ല. അത് ആ കുട്ടിക്ക് മാത്രം അറിയാവുന്ന സത്യമാണ്. എല്ലാ രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളായ സഹോദരിമാരോടും സഹോദരന്മാരോടുമായിട്ട് ഞാൻ പറയുകയാണ്, സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം ശരിയാണ്, എല്ലാവരും നല്ലവരാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത്, ഇറങ്ങി തിരിക്കരുത്. രക്ഷിതാക്കളോടായിട്ട് പറയാനുള്ളത്, കുട്ടിയെ സ്കൂളിലാക്കുകയും വേണം. സ്കൂളിലാക്കിയ കുട്ടി അവിടെ തന്നെ ഉണ്ടോ, ആ കുട്ടി കൃത്യമായി പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. തിരിച്ച് കുട്ടിയെ വിളിച്ച് വീട്ടിലേക്ക് എത്തിക്കണം. വീട്ടിലായിരുന്നാൽ പോലും കുട്ടിയെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുട്ടികൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് അവർ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ആപ്പുകളാണ് യൂസ് ചെയ്യുന്നത്, എന്തിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട്സിനെയാണ് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ അത് ഫ്രണ്ട്സ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. അതിലൊരു തെറ്റുമില്ല. പഠിക്കാനാണ് മൊബൈൽ, റീൽസ് ഷൂട്ട് ചെയ്യാനാണ് മൊബൈൽ, നല്ലപോലെ ഫെയിം കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഒരു പരിധി വരെ ഉണ്ടാകുള്ളൂ. അതിനപ്പുറം മുന്നോട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കുക എന്നുള്ളതിലാണ് കാര്യം. ഏറ്റവും അത്ഭുതം തോന്നുന്ന കാര്യം, സ്വന്തം രക്ഷിതാക്കൾ തന്നെ കൊച്ചു കുട്ടികൾ എന്ന് പറയുമ്പോൾ തീരെ കൊച്ചു കുട്ടികളുടെ പേരിൽ പോലും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ തുടങ്ങി ആ കുട്ടിയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിനെ പോലും അറിയാത്ത മൊണ്ണകളാണോ നിങ്ങൾ? ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെയും കുട്ടികളൊക്കെ വഴിതെറ്റി പോകാൻ പൂർണ്ണ ഉത്തരവാദികൾ രക്ഷിതാക്കൾ തന്നെയാണ്. നിങ്ങളുടെയൊക്കെ സ്വയം താല്പര്യത്തില് സ്വന്തം കുട്ടികളുടെ പേരിൽ ഒരു അക്കൗണ്ടും തുടങ്ങി അതിൽ ഫോട്ടോയും പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, കുട്ടിയാണെങ്കിലും അവർക്കും ഉണ്ടൊരു പ്രൈവസി. അത് അവരുടെ അവകാശമാണ്. ചോദിക്കാനുള്ള പ്രായമായിരിക്കില്ല, പക്ഷേ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, എന്റെ അച്ഛനും അമ്മയ്ക്ക് പ്രായമായതാണ്. എന്റെ അച്ഛനും അമ്മയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ടാണ് എന്റെ അച്ഛനും അമ്മയെ റീൽ ചെയ്യാൻ സമ്മതിക്കാത്തത്. അതുകൊണ്ടാണ് എന്റെ അച്ഛനും അമ്മയെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാത്തത്. അതുകൊണ്ടാണ് എന്റെ അച്ഛനും അമ്മയെ എന്റെ കൂട്ടുകാരികളോട് വിടാത്തത്. അതുകൊണ്ടാണ് എന്റെ അച്ഛനും അമ്മയെ എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഒന്ന് മാത്രം ചിന്തിക്കുക. അവരുടെ മനസ്സിൽ ആകെ ഉള്ള ഒരു ഭയം, അതാണ് ഇന്ന് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും. അതുപോലൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ രക്ഷിതാക്കളും നിങ്ങളുടെ പുറകെ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ നടക്കുന്നത്. അത് നിങ്ങൾ മറക്കരുത്.